നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ചെറിയൊരു സന്തോഷ വാർത്ത ആയിട്ടാണെന്ന്. എനിക്കത് ചെറിയ സന്തോഷമല്ല, അല്ല വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നിപ്പം ആദ്യമായിട്ടുള്ള വരുമാനം കിട്ടിയിട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ അറിയിക്കണമല്ലോ അല്ലേ. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു കേട്ടോ വ്ളോഗുകളൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഇതുമൂൻ്റെ കുറച്ച് ഡാൻസും കാര്യമൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു 10-20 വീഡിയോ കോൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ വ്ളോഗായിട്ട് തുടങ്ങിയാലോ എന്ന് കരുതി. പിന്നെ ഒക്ടോബറിലാണ് ഞാൻ വ്ളോഗൊക്കെ ഇടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ ഒക്ടോബർ ആയപ്പോഴേക്കും അത് മോണിറ്റൈസായി, നമുക്ക് അതിൽ നിന്ന് പൈസ വരുമാനം കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതൊരു വലിയൊരു യാത്ര തന്നെ ആയിരുന്നു എന്ന് പറയാം. നമുക്ക് എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഉറക്കൊഴിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് എന്താ പറയുക യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും പറയും വ്ളോഗല്ലേ, നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ അല്ലാണ്ട് വീഡിയോ എടുക്കാതെ എത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നല്ല. നമ്മൾ പിന്നെ ഒരു വീടാവുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ഞാനൊരു വീട്ടമ്മയാണ്, 3 മക്കളുണ്ട്, വലിയ മോളെ കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടീൻ്റെ, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാനിത് ചെയ്യുന്നത്. മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ പിറ്റേന്നൊക്കെ അപ്ലോഡ് ആക്കിയിട്ടോ കിടക്കുക. അപ്പോൾ രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് ഒരു 12 മണി 1 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും ഒക്കെ. എന്താ പറയുക, അതിനൊക്കെ ഒരു ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ചാനൽ തുടങ്ങണ മുമ്പായിട്ട് ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു. അത് എന്താ പറയുക, സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എന്താ പറയുക, അതിലിങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇട്ട് പോരാറുണ്ടായിരുന്നു. അപ്പോഴാണ് മോളുവിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും വയ്യ. അപ്പം അത് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു എന്താ പറയുക ക്ലോത്ത് കിട്ടണം, ഡ്രസ്സിൻ്റെ മോഡൽ കണ്ടുപിടിക്കണം, അത് തയ്ക്കണം, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് അതിൽ നിന്ന് എനിക്ക് 1-2 പ്രാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു 2-3 വർഷമായി ഇപ്പം. അപ്പം പക്ഷേ ഇത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റി. നല്ല എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും നമ്മൾ വീഡിയോ കാണുന്നവർക്കും അഭിപ്രായങ്ങൾ പറയുന്നവർക്കും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ചാനൽ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതിലൊന്ന് പോയി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പൈസ കിട്ടി തുടങ്ങിയോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് എന്നെ മോണിറ്റൈസ് ആയത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒക്ടോബറായി, 8-9 മാസം കൊണ്ടാണ് കയറിയത്. മെല്ലെ ഇങ്ങനെ കയറി. നല്ല ക്ഷമ വേണം ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നല്ല ക്ഷമ വേണം. അപ്പം പക്ഷേ ഞാൻ ചിലതൊക്കെ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് 6 മാസം കൊണ്ടൊക്കെ ക്ലിക്ക് ആവുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമല്ലേ. നമ്മളങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടുപോകാം, നമ്മളങ്ങനെ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയതായിരുന്നു. എന്താപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ, അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങാൻ കുറേ ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടും എന്താ പറയുക, എനിക്ക് അത് തയ്ക്കണം, ഇടണം, അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് തയ്ക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു മോഡലായിട്ട് ഇടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങി. ഇതിങ്ങനെ ഒരു ഡൗട്ട് അടിച്ചിരുന്നു കേട്ടോ, ഇടണോ, വ്ളോഗല്ലേ, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇടണോ എന്നുള്ള. പിന്നെ ഞാൻ കരുതി 2 കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ആ ഒരു റൂട്ടിന് അങ്ങനെ പോയിക്കോളും. നമ്മളങ്ങനെ ട്രൈ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് 100 വീഡിയോ ഇട്ടാൽ വരെ ഒരു വ്യൂസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിലൊന്നും നമ്മൾ തളരരുത്. കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വേറെ ജോലിയൊന്നും ഇല്ലാത്തവരൊന്നുമല്ല, നമ്മൾ സാധാ വീട്ടമ്മമാരാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എനിക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും അതെല്ലാവർക്കും പറ്റും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നവരോടാണ് കേട്ടോ ഞാൻ പറയണത്.
അപ്പം പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാ എന്താ ഫോണിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രോമിൽ കയറി ചെയ്യേണ്ട ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ 10ാം ക്ലാസ് ഞാൻ ഇംഗ്ലീഷ് കണ്ട കറക്റ്റ് എനിക്ക് വായിച്ചാൽ നമുക്ക് അങ്ങനെ അർത്ഥം അതുതന്നെയാണോ കൺഫ്യൂഷനുള്ള ഒരാളാണ്, അങ്ങനെ കറക്റ്റ് അറിയുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഈ പൈസ കിട്ടുന്ന വരെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് എൻ്റെ അനിയനാണ്. അപ്പം എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അത് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും എനിക്കറിയില്ല. അത് ഞാൻ മോണിറ്റൈസ് ആയി എന്ന് പറയുമ്പോൾ ഓൻ തന്നെ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു ഓൻ്റെ ലാപ്പിലാണ് എല്ലാ കാര്യങ്ങളും, ലാപ്ടോപ്പിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പൈസ കിട്ടുന്ന വരെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഇത് എത്രയാണ് ഇതിൽ പൈസ കിട്ടുക അങ്ങനെയൊക്കെ സംശയമുള്ളവരുണ്ടാവും. നമുക്ക് $100 അത് കിട്ടുക. $100 ആവണത് വരെ നമ്മൾ ക്ഷമിക്കണം. ഇനിയിപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ $100 ആവണത് വരെ നമ്മൾ നിൽക്കണം. $1 എന്ന് പറയുന്നത് 80 രൂപ 82 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ $100 ആകുമ്പോൾ എത്ര ആവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു എത്തിയിട്ടേ നമുക്കതിൻ്റെ പൈസ കിട്ടുള്ളൂ. അതുവരെ ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നെ പോലുള്ള ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, അവർ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയണത്. അങ്ങനെ $100 ആകുമ്പോഴാണ് പൈസ കിട്ടുക, മാസം അല്ല. അപ്പോൾ നമുക്കിനിയും അങ്ങനെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ സാവധാനമാവും. അതവിടെ അങ്ങനെ ആവട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഫസ്റ്റ് കിട്ടിയപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അത് നിങ്ങളെ അറിയിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം പിന്നെ ഇതും മോളും നീനൊക്കെ ചിലവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പിന്നെ എന്താ പറയുക, ഫസ്റ്റായിട്ട് കിട്ടുക, ആദ്യമായിട്ട് കിട്ടില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കണം. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഇതുമൂന്നൊരു ചാനൽ ചെറുതായിട്ടിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവളെ ഡാൻസും പരിപാടികളൊക്കെ ഞാനിപ്പോൾ തുടങ്ങിയ ഈ സ്വീറ്റ് വ്ളോഗ് ആയിരുന്നു ഓക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് അത് കയ്യേറിയതാണ് കേട്ടോ. അപ്പോൾ ഓളിങ്ങനെ കുറേ ആയി പറയണം എനിക്ക് ചാനൽ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഓളെ ഡാൻസും പാട്ടും ഓളതായിട്ടുള്ള കലാപരിപാടികളൊക്കെ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഓള് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലവ്ലി വ്ളോഗ്സ് എന്നാണ് അതിൻ്റെ, ലവ്ലി ഹിദൂസ് എന്നാണ്, വ്ളോഗ്സ് അല്ല ലവ്ലി ഹിദൂസ് എന്നാണ് ഒരു പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓളെ ചെറിയ കുർത്തക്കേടുകളോ പരിപാടികളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അവളെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ അതൊന്ന് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ചെറുതായിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഓളും നീനോലൊക്കെ വന്നിട്ട്. അപ്പോൾ അതിനൊക്കെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും തുടങ്ങിക്കോളൂ. നമുക്ക് ജസ്റ്റ് വീട്ടമ്മമാരൊക്കെയാണ്, ചുമ്മാ വെറുതെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങി നമ്മൾ വ്ളോഗ് കാര്യങ്ങൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിക്കോളൂ. ഒരു ടെൻഷനാണ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ പിക്കോളും. തുടങ്ങാനാണ് പണി. എന്താണ് എനിക്ക് പറയാനുള്ളൂ. വലിയ എന്താ പറയുക, ഇതിനെപ്പറ്റി പറയാൻ വലിയ അറിവൊന്നുള്ള ആളല്ല. എന്നാലും എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആറിനോട്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.